ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് സന്ദർശിക്കാൻ പോയ ചില വിശേഷങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന വാനത്തിൻ്റെ ഭംഗിയും അടിച്ചു കയറുന്ന തണുത്ത കാറ്റിൻ്റെ കുളിരും അനുഭവിച്ച് ഞങ്ങൾ പാഞ്ചാലിമേടിലേക്ക് യാത്രയായി. പോകുന്ന വഴിയൊക്കെ അതിമനോഹരമാണ്. കാഴ്ചകൾ അങ്ങ് ദൂരെ നിന്നാൽ തന്നെ കാണാവുന്ന പോലെ ഭംഗിയുള്ളതാണ്. ധാരാളം ആൾക്കാരവിടെ എത്തിയിട്ടുണ്ട്. വഴിയുടെ രണ്ട് സൈഡിലും വണ്ടികളും കടകളുടെ മുന്നിലായിട്ട് ആൾക്കാരുമുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. സാധാരണ ഇവിടെ വന്നാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന മാനമാണ് കാണുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അല്പം തെളിഞ്ഞിട്ടുണ്ട്. സൂര്യപ്രകാശം കാണുന്നുണ്ട്. അങ്ങ് ദൂരെ വരെ കാണാവുന്നതാണ്. മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത്. ശാന്തവും സുന്ദരവുമായ ഒരു പ്രദേശമാണിത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട്. മുണ്ടകയത്ത് നിന്ന് 19 കിലോമീറ്റർ വന്നാൽ മുറിഞ്ഞപുഴയിൽ വന്നിട്ട് ഒരു 650 മീറ്റർ യാത്ര ചെയ്താൽ നമുക്കിവിടെ എത്താവുന്നതാണ്. റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു കുരിശും തൊട്ടിയുണ്ട്. അവിടുന്ന് പാഞ്ചാലിമേടിൻ്റെ കവാടം കടന്ന് അകത്തേക്ക് കയറിയാൽ മനോഹരമായ ദൃശ്യങ്ങളാണ്. കയറി വരുന്നതിൻ്റെ വലതു ഭാഗത്തായി മുള നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതിമനോഹരമാണ്. പുല്ല് വെച്ച ലോണുണ്ട്. ഇടതുവശത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നിന്ന് നമുക്ക് എൻട്രി പാസ് എടുത്ത് മുകളിലേക്ക് കയറാവുന്നതാണ്. നല്ല കരവിരുതോടെ കലാഭംഗിയോടെ പണിത മണ്ഡപങ്ങളുണ്ട് ഇവിടെ. കല്ലുപാകിയ വഴികളും മനോഹരമായിരിക്കുന്നു. ആഞ്ഞും വീശുന്ന തണുത്ത കാറ്റ് ശരീരത്തിന് നല്ല തണുപ്പും ഉന്മേഷവും നൽകുന്നുണ്ട്. പ്രകൃതി ഭംഗി വഴിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട്. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് പാഞ്ചാലിയോടൊപ്പം ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഇവിടെ പാഞ്ചാലിമേട് എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഇടിമിന്നലേൽക്കും, അതുകൊണ്ട് മഴക്കാലത്ത് അവിടെ നിൽക്കരുതെന്നും എഴുതി വച്ചിട്ടുണ്ട്. ഒരു കുളമുണ്ട് അവിടെ. മഞ്ഞ് കാര്യമായിട്ടില്ലാത്തതിനാൽ അങ്ങ് ദൂരെ വരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലവും കുരിശുമൊക്കെ നാട്ടിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇരിക്കുന്നതിന് പല സ്ഥലങ്ങളിലുമായി ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഈ സ്ഥലം വളരെ നീറ്റായിട്ടാണ് കിടക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലോ അതുപോലുള്ള സാധനങ്ങളൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല. എന്നാൽ കല്ലുകളും മലകളും ഒക്കെ ഉണ്ട്. അതതിൻ്റേതായ ഭംഗിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. വെയിലുദിച്ച് വരുന്നുണ്ട്. മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെങ്കിൽ അടിച്ചു വരുന്ന കാറ്റിന് നല്ല തണുപ്പുമുണ്ട്. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു. അത് തുറന്നിട്ടില്ല. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മകരവിളക്ക് ഇവിടെ നിന്നാൽ കാണാം എന്നുള്ളൊരു പ്രത്യേകതയും ഇവിടെ ഈ സ്ഥലത്തിനുണ്ട്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ.
താങ്ക് യു.